നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വയനാട് ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നതിൽ തീരുമാനമാകാതെ കേന്ദ്ര സർക്കാർ. 3 ആഴ്ച കൂടി സമയം നീട്ടിച്ചോദിച്ച് കേന്ദ്രം. കേരള ബാങ്ക് കടം എഴുതിത്തള്ളിയെന്നും ഹൈക്കോടതി. കേരള രജിസ്ട്രാർ പദവി തർക്കത്തിൽ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരും. വിസിയുടെ നടപടിക്കെതിരായ ഹർജി ഹൈക്കോടതി തള്ളി. തീരുമാനം സിൻഡിക്കേറ്റിന് എടുക്കാമെന്ന് നിർദ്ദേശം. സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടതംഗങ്ങൾ നാളെ വിസിക്ക് കത്ത് നൽകും. ഉടൻ യോഗം വിളിക്കില്ലെന്ന നിലപാടിൽ വിസി. കസ്റ്റഡി മർദ്ദന കേസുകളിൽ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ്. പോലീസിലെ ക്രിമിനലുകളെ പുറത്താക്കണമെന്ന് സണ്ണി ജോസഫ്. കുറ്റക്കാർക്ക് രാഷ്ട്രീയ സംരക്ഷണമെന്ന് രമേശ് ചെന്നിത്തല. മർദ്ദിച്ചാൽ അടിച്ച് കാലൊടിക്കുമെന്ന് കെ മുരളീധരൻ. മർദ്ദനത്തിനിരയായ സുജിത്തിന് സ്വർണമാല സമ്മാനിച്ച് ജോസഫ് ടാജറ്റ്. ബി.ജെ.പിയെ കുറച്ചു കാണരുതെന്ന് CPI രാഷ്ട്രീയ പ്രമേയം. കേരളത്തിലെ ബി.ജെ.പിയുടെ വളർച്ച കണക്ക് കൂട്ടലിനും അപ്പുറമെന്നും ഐക്യം തന്ത്രപരമായ അനിവാര്യതയെന്നും പ്രമേയം. രാഷ്ട്രീയ പ്രമേയത്തിന്റെ പകർപ്പ് അമൃത വാർത്തകൾക്ക്. CPI സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ കൊടിയേറി. ഇന്ത്യ-US വ്യാപാര ചർച്ചകൾക്ക് വീണ്ടും വഴിതെളിയുന്നു. ഇന്ത്യൻ സംഘം അമേരിക്കയിലേക്ക് പോയേക്കും. സുഹൃത്തായ മോദിയുമായി ഉടൻ സംസാരിക്കുമെന്നും ധാരണയിലെത്താൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും ട്രംപ്. പ്രസ്താവന സ്വാഗതം ചെയ്ത് നരേന്ദ്രമോദി. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ടീം ഇന്ത്യ ഇന്നിറങ്ങുന്നു. UAE-ക്കെതിരായ മത്സരം രാത്രി 8 മുതൽ ദുബായിൽ. സഞ്ജു സാംസൺ പ്ലേയിംഗ് 11-ൽ ഇടം പിടിക്കുമോ എന്നതിൽ ആകാംക്ഷ. വിശദമായി നോക്കാം. വയനാട് ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നതിൽ അലംഭാവം തുടർന്ന് കേന്ദ്ര സർക്കാർ. 3 ആഴ്ച കൂടി ഹൈക്കോടതിയുടെ സമയം നീട്ടിച്ചോദിച്ചിരിക്കുകയാണ് കേന്ദ്രം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നു. രാജേഷ്, കേന്ദ്ര സർക്കാർ ഈ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നതിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്? എന്താണ് കേന്ദ്ര സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്? കേന്ദ്ര സർക്കാർ ആദ്യഘട്ടങ്ങളിൽ ഈ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതിയോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു തരത്തിലും എഴുതിത്തള്ളാൻ അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ നിരന്തരമായ വിമർശനങ്ങളെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഇതിനായി ഒരു സമിതിയെ രൂപീകരിക്കുന്നുണ്ട്. ആ സമിതിയുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കും. അതുകൊണ്ട് സമിതിയുടെ തീരുമാനം വരട്ടെ എന്നെല്ലാം പറഞ്ഞ് സമയം നീട്ടി കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഹർജി പരിഗണിച്ചപ്പോൾ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഹൈക്കോടതി പറഞ്ഞു, കേരള ബാങ്ക് കേരളത്തിൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, എന്തെങ്കിലും ചെയ്യൂ ഈ ദുരന്തബാധിതർക്ക് വേണ്ടി. അത് പാടില്ല എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല. കേന്ദ്ര സർക്കാരിന് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഹൈക്കോടതി പരമാവധി കേന്ദ്ര സർക്കാരിനോട് ഈ കാര്യം നിർദ്ദേശിച്ചിരുന്നു. എന്നിട്ട് പോലും ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഇനിയും 3 ആഴ്ച സമയം നീട്ടി ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ അടുത്ത പ്രാവശ്യം ഹർജി പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ ഹൈക്കോടതി കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയിൽ ഇത് പ്രതികരിക്കും. ഇപ്പോ ഈ ഓണാവധിയൊക്കെ കഴിഞ്ഞ് കോടതി രണ്ടാമത് പുതിയ കോടതിയുടെ റോസ്റ്റർ ചേഞ്ചിങ് കഴിഞ്ഞു വന്ന ഹർജി പരിഗണിക്കവെയാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു അഭ്യർത്ഥനയുമായി കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ എത്തിയിട്ടുള്ളത്. 3 ആഴ്ച കൂടി സമയം വേണം, അതിനുള്ളിൽ ഒരു തീരുമാനം അറിയിക്കാം എന്നുള്ളതാണ് ഇപ്പോഴും, അതായത് പതിവ് പല്ലവി തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ എടുത്തിരിക്കുന്ന നിലപാട്. ശരി. വയനാട് ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാർ വീണ്ടും സമയം നീട്ടിച്ചോദിച്ചിരിക്കുകയാണ്. 3 ആഴ്ച കൂടി ഹൈക്കോടതിയോട് സമയം നീട്ടിച്ചോദിച്ചിട്ടുണ്ട് കേന്ദ്രം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷ്. CPI സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ ആവേശത്തുടക്കം. പ്രതിനിധി സമ്മേളനം ദേശീയ ജനറൽ സെക്രട്ടറി D. രാജ ഉദ്ഘാടനം ചെയ്തു. BJPയുടെ വളർച്ച കണക്ക് കൂട്ടലിനപ്പുറമെന്ന് രാഷ്ട്രീയ പ്രമേയം. BJPക്കെതിരെ വേണ്ടത് വിശാല ഇടതുപക്ഷ ഐക്യമെന്നും നിർദ്ദേശം. 43 വർഷങ്ങൾക്ക് ശേഷമാണ് ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനത്തിനായി പ്രവർത്തകർ ഒത്തുചേരുന്നത്. വലിയ ചുടുകാട് നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം SK കൺവെൻഷൻ സെന്ററിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഏറ്റുവാങ്ങി. മുതിർന്ന നേതാവ് KR ചന്ദ്രമോഹൻ പതാക ഉയർത്തി. രക്തസാക്ഷി അനുശോചന പ്രമേയ അവതരണങ്ങൾക്ക് ശേഷം പ്രതിനിധി സമ്മേളനം ദേശീയ ജനറൽ സെക്രട്ടറി D. രാജ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ബഹുസ്വരമായ രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാണെന്നും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഇടതുപക്ഷ ഐക്യം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. That is the philosophy of RSS. One nation, one culture, one nation, one religion, one nation, one language, uniformity imposed on people. They don't recognize India as a multi-dimensional country, multicultural, multilinguistic country. They
think they can convert India into a single-dimensional country. അതേസമയം കരട് രാഷ്ട്രീയ പ്രമേയത്തിന്റെ പകർപ്പ് അമൃത വാർത്തകൾക്ക് ലഭിച്ചു. ബി.ജെ.പിക്കെതിരെ വേണ്ടത് വിശാലമായ ഇടതുപക്ഷ ഐക്യമാണെന്നും ഐക്യം തന്ത്രപരമായ അനിവാര്യതയാണെന്നും രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങാനുള്ള അവസരമാക്കണമെന്നും നേതൃതലത്തിൽ പുതുതലമുറ വികസിക്കണമെന്നും കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ നിർദ്ദേശമുണ്ട്. പ്രതിനിധി സമ്മേളനം വെള്ളിയാഴ്ച വരെ തുടരും. രാഷ്ട്രീയ സംഘടനാ ചർച്ചകൾ, പൊതുചർച്ചകൾ എന്നിവ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കും. ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം രാമകൃഷ്ണ പാണ്ഡെ, ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പ്രകാശ് ബാബു, കെ പി രാജേന്ദ്രൻ, പി സന്തോഷ് കുമാർ MP എന്നിവരുടെ നിയന്ത്രണത്തിൽ 39 ക്ഷണിതാക്കൾ ഉൾപ്പെടെ 528 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. കസ്റ്റഡി മർദ്ദന കേസുകളിൽ കുറ്റാരോപിതരായ പോലീസുകാരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ എല്ലാ പോലീസുകാരെയും പിരിച്ചുവിടുക, പോലീസിലെ ക്രിമിനലുകളെ ജയിലിലടയ്ക്കുക, സുജിത്തിന് നീതി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ എല്ലാ പോലീസുകാരെയും പിരിച്ചുവിടുക, പോലീസിലെ ക്രിമിനലുകളെ ജയിലിൽ അടയ്ക്കുക, സുജിത്തിന് നീതി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സംസ്ഥാനത്തൊട്ടാകെ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ സദസ്സ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കസ്റ്റഡി മർദ്ദന കേസുകളിൽ മുഖ്യമന്ത്രി പോലീസുകാരെ സംരക്ഷിക്കുന്നുവെന്നും പോലീസിലെ ക്രിമിനലുകളെ പുറത്താക്കണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. രക്ഷാപ്രവർത്തനമാണോ? സുജിത്തിനെതിരെ പിണറായി വിജയന്റെ പോലീസ് അഴിച്ചുവിട്ട ഈ നരനായാട്ടിനെ കേരളത്തിലെ മുഖ്യമന്ത്രി എങ്ങനെ കാണുന്നു? ഏതായാലും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ശിക്ഷ നൽകി എന്ന ഒരു അത്ഭുതകരമായ വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം തൃശൂർ DIG നടത്തിയത്. എന്തായിരുന്നു ശിക്ഷ എന്നറിയണ്ടേ? അവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കൊടുത്തു. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന സദസ്സ് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിക്ക് താൻ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ലെന്നും കേരള പോലീസിലെ ഈ കണ്ടകശനി പിണറായി വിജയനെയും കൊണ്ടേ പോവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഈ 4 വിദ്വാന്മാരുടെ ഫോട്ടോ നിങ്ങളിവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ സസ്പെൻഷനിലാണ്, ശരി. പക്ഷേ ഇവരെ ഡിസ്മിസ് ചെയ്യുന്നവരെ ഈ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട്. ഇനി ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ 8 മാസം കഴിഞ്ഞ് ഞങ്ങൾ വന്നാൽ ഡിസ്മിസ് ചെയ്യും എന്ന് വെച്ചാൽ 8 മാസം മിണ്ടാതിരിക്കുന്നു കരുതണ്ട. കുറെയൊക്കെ ശാന്തമായി കഴിഞ്ഞാൽ ഇവന്മാരെ വീണ്ടും അങ്ങ് പുറത്തിറക്കിയാലുണ്ടല്ലോ, ഞാൻ മറ്റൊന്നും പറയുന്നില്ല. നമ്മുടെ പ്രവർത്തകർ നല്ല ചുറുചുറുക്കുള്ള കുട്ടികളാണ്, അടിച്ച് കാലം കുടിക്കും. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നടന്ന പ്രതിഷേധം UDF കൺവീനർ അടൂർ പ്രകാശും, കിളിമാനൂരിൽ നടന്ന പ്രതിഷേധ സദസ്സ് രമേശ് ചെന്നിത്തലയും ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പോലീസുകാർ ആത്മപരിശോധന നടത്തണമെന്ന് MK രാഘവൻ ആവശ്യപ്പെട്ടു. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. ജനകീയ പ്രതിഷേധ സദസ്സ് AICC അംഗം EM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കുന്നംകുളത്ത് പോലീസ് മർദ്ദനത്തിനിടയായ സുജിത്തിന് സ്വർണ്ണമാല സമ്മാനിച്ച് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. സുജിത്തിനുള്ള കല്യാണ സമ്മാനമാണ് ഈ മാലയെന്നും കുറ്റാരോപിതരായ പോലീസുകാരെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതുവരെ സമരം തുടരുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. മാല സമ്മാനമായി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സുജിത്തും പ്രതികരിച്ചു. കുന്നംകുളത്തെ കോൺഗ്രസ് പ്രതിഷേധ സദസ്സിനിടെയാണ് DCC അധ്യക്ഷൻ തന്റെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല സുജിത്തിനെ അണിയിച്ചത്. ഞങ്ങളുടെ പ്രതിനിധി ഹരീഷ് നാരായൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സുജിത്തിന് സമാനമായി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തൻ്റെ സ്വർണ്ണമാലയാണ് ഊരി നൽകിയത്. ഇത്രയും വലിയൊരു നിയമ പോരാട്ടത്തിനൊടുവിൽ ആ പോരാട്ടത്തിൻ്റെ വീര്യം കെടാതെ തന്നെ കാത്തു സൂക്ഷിച്ച സുജിത്തിന് ഒരു പിന്തുണയായാണ്, അത്തരത്തിലൊരു സ്നേഹ സമ്മാനമായാണ് ആ ഒരു സ്വർണ്ണമാല അണിയിച്ച് നൽകിയത്. നമുക്ക് DCC പ്രസിഡന്റിനോട് ചോദിക്കാം, എന്തായിരുന്നു ആ ഒരു സ്വർണ്ണമാല നൽകാനുള്ള ഒരു കാര്യം? അതായത് KPC പ്രസിഡന്റ് കൂടെ വെച്ച് പറഞ്ഞു, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാല് വിവാഹമോതിരം കൊടുത്തു. അപ്പോൾ വിവാഹമാല DCC സമ്മാനിക്കുന്നു പറഞ്ഞു. സ്വാഭാവികമായും അന്ന് ആ ദിവസം വരെ കാത്തില്ല, എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് അപ്പോൾ ഊരി കൊടുക്കാൻ തീരുമാനിച്ചു. വളരെ സന്തോഷമാണ്, കാരണം പാർട്ടി ഇത്രയും കരുതുണ്ട് എന്നുള്ളതാണ്. AICCയും KPCCയും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ്. അതിലൊക്കെ കാണിക്കുന്ന ഒരു കരുതൽ അല്ലെങ്കിൽ സ്നേഹം, അതെല്ലാവരെയും ഒരുപോലെ കാണണം എന്നുള്ള മെസ്സേജാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും വരുമ്പോൾ പാർട്ടി കൂടെ ഉണ്ടെന്നുള്ളതാണ്. ആ ഒരു സന്ദേശം കൊടുക്കാൻ പറ്റി, വളരെ സന്തോഷമാണ്. അത് പെട്ടെന്നുള്ളൊരു തോന്നലായിരുന്നു ആ മാല ഊരി നൽകാൻ? പ്രസിഡന്റ് പറഞ്ഞപ്പോൾ പിന്നെ അത് ചെയ്യാന്നുള്ളതാണ്.
അതാണ് അതിലുണ്ട്. ഇതിനൊന്നും നോക്കിയില്ല, കഴുത്ത് കിടന്ന മാലങ്ങ് ഊരി കൊടുത്തു. തീർച്ചയായിട്ടും. ഇപ്പോൾ സുജിത്തിനോട് തന്നെ ചോദിക്കാം, ഇതാ ഈ കാണുന്നതാണ് ആ മാല, DCC പ്രസിഡന്റ് നൽകിയ മാല. അപ്പോൾ എന്താണ് സന്തോഷം തോന്നുന്നത്? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. അത് ആദ്യം സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ ആദ്യം തുടക്കം വെച്ചത് KC വേണുഗോപാലായിരുന്നു. പിന്നെ അതിനുശേഷം എല്ലാവരും നല്ല ഭയങ്കര താല്പര്യം, അതുപോലെ കല്യാണം വരെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താന്നുള്ളതിൽ DCC ഉൾപ്പെടെ റയീസേട്ടൻ എല്ലാവരും ഉൾപ്പെടെ എല്ലാവരും ഏറ്റെടുത്ത കാര്യമാണ്. ഇപ്പോൾ വക്കീൽ മാല വരെ ഒരു തരികയുണ്ടായിട്ടുള്ളത്. വളരെയധികം സന്തോഷം. എന്തായാലും ഒരു നിയമ പോരാട്ടം തുടരും. അതെ, തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം ആലോചിച്ചുകൊണ്ട് നിയമം ഒരുമിച്ച് പോകും. സമരം നിർത്തുന്നില്ല, നിയമ നടപടികൾ നടത്തുന്നില്ല, സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നതുവരെ സമരം കണ്ടിന്യൂ. അതാണ് ആ സർവീസിൽ നിന്നും ഈ ഒരു ഉദ്യോഗസ്ഥരെ, ഈ കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥരെ ടെർമിനേറ്റ് ചെയ്യുന്നവരെ സമരം തുടരും. അതുവരെ നിയമ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളും പറയുന്നത്. ക്യാമറമാൻ അനുരാഗിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ. പാർട്ടി പ്രവർത്തകരുടെ കൈയും നാവും സോഷ്യൽ മീഡിയയും സർക്കാരിനെതിരായ പ്രതിഷേധത്തിനായി ഉപയോഗിക്കണമെന്ന് ഷാഫി പറമ്പിൽ MP. KPCC അധ്യക്ഷൻ മുതൽ പാർട്ടി അംഗം വരെ ഇതിന് പ്രാധാന്യം നൽകണം. VD സതീശനെതിരായ സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ഷാഫി. ഇപ്പോൾ പോലീസിനെതിരെ ഉയർന്നിരിക്കുന്ന ഗൗരവമേറിയ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറാകണമെന്നും ഷാഫി പറമ്പിൽ MP ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പ്രവർത്തകരുടെ ഫോക്കസ് ഗവൺമെന്റിനെതിരെ ആയിരിക്കണം, ഗവൺമെന്റിന്റെ ചെയ്തികൾക്കെതിരെ ആയിരിക്കണം. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ നടപ്പിലാവുന്നത്. അതാണ് അജണ്ട, അതാണ് വാർത്തകളും. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അവനവന്റെ കൈയും കാലും നാവും തലയും മനസ്സും ഹാൻഡിലുകളും ഒക്കെ ഗവൺമെന്റിന്റെ ക്രൂര ചെയ്തികൾക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങളുടെ വേദിയായി മാറട്ടെ. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ ഇന്നാക്ഷനിലാണ് ഈ ഗുണ്ടായിസം തഴച്ചു വളരുന്നത്. അല്ല, മുഖ്യമന്ത്രിയുടെയും കൂടെ പ്രശ്നമാണ്, ഭരണത്തിന്റെ മാത്രമല്ല. കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയാണല്ലോ. ഇതിനെ നിലക്ക് നിർത്താൻ ശ്രമങ്ങൾ, പോലീസിലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഈ പറഞ്ഞതുപോലെ ഉണ്ടാവും. അപ്പൊ ആ പ്രശ്നങ്ങളെ നിലക്ക് നിർത്താനല്ല ശ്രമിക്കുന്നത്, ആ പ്രശ്നക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, ശബരിമലയിൽ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയതിന് ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ദേവസ്വം ബോർഡ് കോടതി നിർദ്ദേശം ലംഘിച്ചില്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചു. ന്യായീകരിക്കാൻ ശ്രമിച്ച് ദേവസ്വം ബോർഡ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. രാജേഷ്, ഇന്നലെയും ദേവസ്വം ബോർഡിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്, ഇന്നും രൂക്ഷ വിമർശനം തന്നെയാണ്. പക്ഷേ ഇതിനെല്ലാം ദേവസ്വം ബോർഡ് നൽകുന്ന മറുപടി എന്തൊക്കെയാണ്? ശബരിമലയിൽ ഏതെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തണമെങ്കിൽ അവിടെ തന്നെ വെച്ച് നടത്തണമെന്ന് ദേവസ്വം ബോർഡിന് മുൻകൂർ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഈ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് കോടതിയെ പോലും അറിയിക്കാതെ ഈ ദ്വാരപാലകന്റെ സ്വർണ്ണപ്പാളി വഹിച്ചെടുത്ത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയത്. ഈ കാര്യം ദേവസ്വം കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് വിശദീകരണം ചോദിച്ചത്. ദേവസ്വം ബോർഡ് ഇതിൽ അറ്റകുറ്റപ്പണിക്ക് തന്ത്രിയുടെ അനുവാദം വാങ്ങി എന്നൊക്കെയാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. എങ്കിൽ പോലും കോടതി അതിൽ ഒട്ടും തൃപ്തി കാണിച്ചില്ല. കാരണം ഇക്കാര്യത്തിൽ വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതിന്റെ വിശദീകരണം ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള എല്ലാവരോടും കോടതി വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് കോടതിയെ അറിയിക്കാതെ, കോടതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തത് എന്നുള്ളത്. ശരി, ശബരിമലയിൽ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയതിന് ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ദേവസ്വം ബോർഡ് കോടതി നിർദ്ദേശം ലംഘിച്ചില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത്. ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ദേവസ്വം ബോർഡും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷ്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, കേരള സർവകലാശാലയിലെ പദവി തർക്കത്തിൽ രജിസ്ട്രാർക്ക് തിരിച്ചടി. സസ്പെൻഷൻ നടപടിക്കെതിരെ ഡോക്ടർ KS അനിൽകുമാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഇതോടെ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത VCയുടെ നടപടി തുടരും. അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരണമോ എന്ന് സിൻഡിക്കേറ്റിന് വീണ്ടും യോഗം ചേർന്ന് തീരുമാനിക്കാമെന്നും ഹൈക്കോടതി ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കി. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നിലനിർത്തിയ ഹൈക്കോടതി ഉത്തരവ് വന്നതോടെ രജിസ്ട്രാർ VC തർക്കം കൂടുതൽ സങ്കീർണമാവുകയാണ്. സിൻഡിക്കേറ്റ് ചേർന്ന് തീരുമാനമെടുക്കാമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. എന്നാൽ 2 മാസം കഴിഞ്ഞ് മാത്രമേ സിൻഡിക്കേറ്റ് ചേരുകയുള്ളൂ എന്ന നിലപാടിലാണ് VC. കേരള സർവകലാശാലയിൽ മാസങ്ങളായി നീണ്ടുനിൽക്കുന്ന VC രജിസ്ട്രാർ തർക്കം ഉടനെയൊന്നും പരിഹാരമാകില്ല എന്നാണ് സൂചന. രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത VCയുടെ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് സസ്പെൻഷൻ നിലനിർത്തിയുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. രജിസ്ട്രാറുടെ നിയമനാധികാരി VC ആണോ സിൻഡിക്കേറ്റ് ആണോ എന്നതിൽ വ്യക്തത വരുത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്നാൽ സസ്പെൻഷൻ കാര്യത്തിൽ സിൻഡിക്കേറ്റ് ചേർന്ന് തീരുമാനിക്കാമെന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ സിൻഡിക്കേറ്റ് വിളിക്കേണ്ടത് VC ആണ്. ഉടൻ സിൻഡിക്കേറ്റ് ചേരണമെന്ന ഇടതംഗങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും VC മോഹനൻ കുന്നുമ്മൽ വഴങ്ങുന്നില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലെ മിനിറ്റ്സ് തിരുത്തിയെന്നാരോപിച്ച് VCക്കെതിരെ ഇടത് സിൻഡിക്കേറ്റ് അംഗം
പോലീസിൽ കേസ് നൽകിയിട്ടുണ്ട്. മിനി കാപ്പിനെ താൽക്കാലിക രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് മാറ്റി സമവായമുണ്ടായെങ്കിലും പക്ഷേ പോലീസ് കേസ് വന്നതോടെ വീണ്ടും ഭിന്നത രൂക്ഷമായി. 2 മാസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് ചേർന്നാൽ മതിയെന്നാണ് നിയമം. അതുകൊണ്ട് തന്നെ ഇനി 2 മാസം കഴിഞ്ഞ് മാത്രമേ സിൻഡിക്കേറ്റ് ചേരുകയുള്ളൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് VC. അതുവരെയും KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരുകയും ചെയ്യും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ പാലിയേക്കര ടോൾ പിരിവിനുള്ള സ്റ്റേ ഹൈക്കോടതി തിങ്കളാഴ്ച വരെ നീട്ടി. ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. പാത ഗതാഗത യോഗ്യമാക്കിയോ എന്ന കാര്യം നാഷണൽ ഹൈവേ അതോറിറ്റി ജില്ലാ കളക്ടറെ അറിയിക്കണം. ജില്ലാ കളക്ടർ ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ടോൾ പിരിവിന് അനുമതി നൽകണമെന്നാണ് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ ഇന്നും ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. എന്നാൽ അത് അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിൽ. തൃക്കാക്കര പോലീസാണ് വേടനെ അറസ്റ്റ് ചെയ്തത്. തൃക്കാക്കര SP നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ്. വിവാഹ വാഗ്ദാനം നൽകി 5 തവണ പീഡിപ്പിച്ചുവെന്നാണ് വേടനെതിരായ യുവ ഡോക്ടറുടെ പരാതി. 31,000 രൂപയും വേടൻ വാങ്ങിയതായി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ കേസിൽ കോടതി നേരത്തെ മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. 1 ലക്ഷം രൂപയും 2 ആൾ ജാമ്യവുമാണ് വ്യവസ്ഥ. അതിനാൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വേടനെ വിട്ടയക്കും. രാഹുൽ മാങ്കൂട്ടം MLAക്കെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും നിയമ നടപടിയിലേക്ക് കടക്കാൻ മൊഴി നൽകാനോ തയ്യാറല്ലെന്ന് അതിജീവിതമാർ അന്വേഷണ സംഘത്തെ അറിയിച്ചു. പരാതി നൽകിയ 3-ാം കക്ഷികൾ കൂടാതെ ഇരകളുടെ കൂടി മൊഴിയെടുക്കാനുള്ള ക്രൈംബ്രാഞ്ചിന്റെ ശ്രമം തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത ലൈംഗികാരോപണ പരാതിയിലാണ് ഇരകളായവർ പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ല എന്ന സൂചന നൽകുന്നത്. കേസിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും നിയമ നടപടിയിലേക്ക് കടക്കാനോ മൊഴി നൽകാനോ തയ്യാറല്ലെന്നാണ് ഇരകൾ അന്വേഷണ സംഘത്തെ അറിയിച്ചത്. DGPക്ക് ലഭിച്ച 10ഓളം പരാതികളിൽ 6 എണ്ണത്തിലാണ് അന്വേഷണ സംഘം മൊഴിയെടുപ്പ് തുടരുന്നത്. നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കും വിധം സന്ദേശമയച്ചു, ഫോണിൽ ഭീഷണിപ്പെടുത്തി, സ്ത്രീകളെ സമൂഹമാധ്യമങ്ങൾ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു, സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്കിടയാക്കും വിധം പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. 3-ാം കക്ഷികൾ നൽകിയ പരാതിയിലാണ് കേസ് നിലനിൽക്കുന്നത്. ഇരകൾ നേരിട്ട് മൊഴി നൽകാത്തതിനാൽ കൂടുതൽ ഗൗരവകരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ കഴിയില്ല. കേസ് കോടതിയിൽ തള്ളിപ്പോകുന്നതിന് കാരണമാകുമെന്നും അന്വേഷണ സംഘം പറയുന്നു. അതേസമയം യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടാതെ സുഹൃത്തുക്കളെയും ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ ക്ഷുഭിതനായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJPയിൽ ചെലവ് കൂടിയോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കവെയാണ് രാജീവ് ചന്ദ്രശേഖർ ക്ഷോഭിച്ചത്. ചിലവ് കൂടിയെന്ന് ആരാണ് പറഞ്ഞത്? നിങ്ങളാണോ അത് പറയേണ്ടതെന്നും വേറെ എന്തേലും പണി നോക്കെന്നുമായിരുന്നു മാധ്യമപ്രവർത്തകരോട് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ഈ ശബരിമലയിലെ ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ ഉടൻ തുടങ്ങുമെന്ന് സൂചന. വ്യാപാര ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ശ്രമമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സുഹൃത്തായ മോദിയുമായി ഉടൻ സംസാരിക്കുമെന്നും ധാരണയിലെത്താൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നുമുള്ള ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ ട്വീറ്റ്. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ ഇന്ത്യ അടുത്ത ആഴ്ച വീണ്ടും തുടങ്ങുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യൻ സംഘം അമേരിക്കയിലേക്ക് പോകുമെന്നും സൂചനയുണ്ട്. തീരുവ വിഷയത്തിൽ ഇന്ത്യ-US പ്രശ്നങ്ങൾ തുടരുന്നതിനിടെയാണ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നുവെന്ന് വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഈ പോസ്റ്റിന് പിന്നാലെ വാർത്തകൾ സ്ഥിരീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്വീറ്റ് ചെയ്തു. വ്യാപാര ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് മോദി പറഞ്ഞത്. ഇന്ത്യയും അമേരിക്കയും സ്വാഭാവിക പങ്കാളികളും അടുത്ത സുഹൃത്തുക്കളുമാണെന്നും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ അഭിവൃദ്ധിക്കായി യോജിച്ച് നീങ്ങുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ട്രംപുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും മോദി ട്വീറ്റിൽ പറഞ്ഞു. തീരുവ വിഷയത്തിൽ രമ്യമായ പരിഹാരമുണ്ടാകാനുള്ള സാധ്യതയാണ് ഇത് കാണിക്കുന്നത്. അതേസമയം ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമെതിരെ 100% അധിക തീരുവ ചുമത്താൻ യൂറോപ്യൻ യൂണിയനോട് നേരത്തെ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. റഷ്യയുമായി ഇരു രാജ്യങ്ങൾക്കുമുള്ള വ്യാപാര നയതന്ത്ര ബന്ധത്തിന് തടയിടാനുള്ള നീക്കമാണിത്. റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യയ്ക്കുമേൽ തീരുവ ചുമത്തിയതെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. ദോഹയിലെ ഇസ്രയേൽ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന് ഖത്തർ അമീറിനെ ഫോണിൽ വിളിച്ച് മധ്യസ്ഥ ശ്രമം തുടരണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. ആക്രമണം മുൻകൂട്ടി അറിയിച്ചുവെന്ന US വാദം ഖത്തർ തള്ളി. സ്ഫോടനത്തിൽ 5 പ്രവർത്തകർ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച് ഹമാസ്. ഇസ്രയേലിന്
ഇസ്രായേലിന്റെ ആക്രമണം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് ഖത്തർ. കൂടാതെ ജനവാസ മേഖലയിലെ താമസക്കാരുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയുമാണെന്ന് ഖത്തർ വിദേശകാര്യ വക്താവ് മജീദ് അൽ അൻസാരി പ്രസ്താവനയിലൂടെ അറിയിച്ചു. ആക്രമണത്തെ ശക്തമായി അപലപിക്കുമ്പോൾ തന്നെ ഇസ്രായേലിന്റെ നടപടിയും പ്രാദേശിക സുരക്ഷയിൽ അവർ തുടർച്ചയായി കൈകടത്തുന്നതും സുരക്ഷയും പരമാധികാരവും ലക്ഷ്യമിട്ടുള്ള ഏതൊരു നടപടിയും അനുവദിക്കില്ലെന്നും ഖത്തർ വ്യക്തമാക്കി. ഖത്തർ അമീറിനെ ഫോണിൽ വിളിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥ ശ്രമം തുടരണമെന്ന് ആവശ്യപ്പെട്ടു. ഖത്തറിന്റെ മണ്ണിൽ ഇനി ആക്രമണം ഉണ്ടാകില്ലെന്ന് ട്രംപ് ഉറപ്പു നൽകി. എന്നാൽ ആക്രമണം മുൻകൂട്ടി അറിയിച്ചുവെന്ന US വാദം ഖത്തർ തള്ളി. അതേസമയം എല്ലാ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കണമെന്ന് ഹമാസിനോട് ട്രംപ് ആവർത്തിച്ചു. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിനെതിരെ ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രംഗത്ത് വന്നു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ ഥാനിയുമായി ഫോൺ സംഭാഷണത്തിൽ ഖത്തറിന്റെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കാൻ സ്വീകരിക്കുന്ന എല്ലാ നടപടികളെയും സൗദി അറേബ്യ പിന്തുണയ്ക്കുമെന്ന് കിരീടാവകാശി വ്യക്തമാക്കി. ഇസ്രായേലിന്റെ ആക്രമണത്തെ ക്രിമിനൽ പ്രവൃത്തിയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമെന്ന് വിശേഷിപ്പിച്ച് സൗദി കിരീടാവകാശി ശക്തമായി അപലപിച്ചു. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഖത്തറും കെയ്റോയും കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം സംബന്ധിച്ചുള്ള മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നത്. ഖത്തറിന് നേരെ നടന്ന ഇസ്രായേൽ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ അപലപിച്ചു. അതിനിടെ ഖത്തറിലെ US പൗരന്മാർക്ക് US ജാഗ്രതാ നിർദ്ദേശം നൽകി. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും അമേരിക്കൻ പൗരന്മാർ വീടുകൾക്ക് പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നിലവിലെ സംഭവവികാസങ്ങൾ വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ലെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം ഗൾഫ് മേഖല സംഘർഷത്തിലേക്കും അശാന്തിയിലേക്കും നീങ്ങുകയാണോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. നേപ്പാളിൽ ജൻസി പ്രക്ഷോഭം തുടരുന്നതിനിടെ നിയന്ത്രണം ഏറ്റെടുത്ത സൈന്യം രാജ്യം പൊതുതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നുവെന്നാണ് സൂചന. യുവാക്കൾക്ക് പ്രാതിനിധ്യം വേണമെന്നതാണ് പ്രക്ഷോഭകരുടെ ആവശ്യം. അതേസമയം അയൽരാജ്യമായ നേപ്പാളിലെ സ്ഥിതി വിലയിരുത്താൻ യോഗം വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കലാപത്തെ തുടർന്ന് നാഥനില്ലാത്ത അവസ്ഥയിലായ നേപ്പാളിനെ നയിക്കാൻ യുവ നേതാവ് വരണമെന്നാണ് പ്രധാന ആവശ്യം. ഇടക്കാല പ്രധാനമന്ത്രിയായി ജൻസി പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നത് കാഠ്മണ്ഡു മേയറായ ബാലേന്ദ്ര ഷായെയാണ്. സമൂഹമാധ്യമ നിരോധനത്തെ തുടർന്നുണ്ടായ യുവാക്കളുടെ പ്രതിഷേധമാണ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറിയത്. പ്രക്ഷോഭങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജ്യം വിട്ടതും പ്രസിഡന്റ് രാംചന്ദ്ര പൗഡൽ സ്ഥാനമൊഴിഞ്ഞതും നേപ്പാളിൽ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് വഴിവെച്ചു. കലാപ മേഖലകളെല്ലാം ഇപ്പോൾ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. സമാധാന ശ്രമങ്ങളോട് സഹകരിക്കണമെന്ന് നേപ്പാൾ സൈന്യം ആഹ്വാനം ചെയ്തു. സെപ്റ്റംബർ 4-നാണ് 23 സമൂഹമാധ്യമ സൈറ്റുകൾ നേപ്പാൾ സർക്കാർ നിരോധിച്ചതും പ്രക്ഷോഭത്തെ തുടർന്ന് ഉത്തരവ് ദിവസങ്ങൾക്കുള്ളിൽ പിൻവലിച്ചതും. നേപ്പാളിലെ അക്രമം ഹൃദയഭേദകമെന്നും നിരവധി യുവാക്കൾക്ക് ജീവൻ നഷ്ടമായത് വേദനാജനകമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ പ്രതികരിച്ചു. നേപ്പാളിലെ സഹോദരീ സഹോദരന്മാർ സമാധാനത്തെ പിന്തുണയ്ക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു. നേപ്പാളിയിലും മോദി സന്ദേശം ട്വീറ്റ് ചെയ്തു. അതേസമയം നേപ്പാളിലെ ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി. നേപ്പാളിലുള്ള ഇന്ത്യക്കാർക്കായി ഹെൽപ്പ് ലൈനും ആരംഭിച്ചു. സംഘർഷം തീരുന്നതുവരെ നേപ്പാളിലേക്ക് ഇന്ത്യൻ പൗരന്മാർ യാത്ര ചെയ്യരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അയൽ രാജ്യമായ നേപ്പാളിലെ സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗം വിളിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാവോയിസ്റ്റുകളുടെ പേരിൽ കത്ത്. കസ്റ്റഡി മർദ്ദനങ്ങളുടെ പശ്ചാത്തലത്തിൽ പഴി തീർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന കത്താണ് അയച്ചത്. രാധാകൃഷ്ണൻ എന്ന ആളാണ് കത്തെഴുതിയത് എന്ന് പോലീസ് വ്യക്തമാക്കി. എന്നാൽ മാവോയിസ്റ്റ് സംഘടനയുമായി ഇയാൾക്ക് ബന്ധമില്ല എന്നും ഭീഷണിക്കത്തുമായി ബന്ധപ്പെട്ട് കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. അതേസമയം കത്തയച്ച ആൾക്ക് മാനസിക പ്രശ്നമുള്ളതായി സംശയമുണ്ടെന്നും മുമ്പും സമാനമായ രീതിയിൽ കത്തുകൾ അയച്ചിട്ടുള്ള ആളാണെന്നും കമ്മീഷണർ വ്യക്തമാക്കി. ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്നിറങ്ങും. ആതിഥേയരായ UAE ആണ് എതിരാളികൾ. 2020ൽ പുതിയൊരു തുടക്കത്തിനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. വൈസ് ക്യാപ്റ്റനായി എത്തുന്ന ഗില്ല് അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തേക്കും. മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ഇന്ന് കളിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ദുബൈയിലും അബുദാബിയിലും വെച്ച് നടക്കുന്ന ടൂർണമെന്റിന്റെ ഫൈനൽ സെപ്റ്റംബർ 28-നാണ്. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക. നമസ്കാരം.